ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക് വന്നിട്ട് സയൻസ് ഓഫ് എ ഗുഡ് ഫ്രണ്ട്. എല്ലാവർക്കും ഒരു നല്ല സുഹൃത്തിനെ കുറിച്ച് പല പല കാര്യങ്ങളായിരിക്കും പറയാനുണ്ടായിരുന്നു. ഓക്കെ, അപ്പം എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് എല്ലാവർക്കും ഇല്ലെങ്കിലും ചിലവർക്കൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് ഓർത്തിട്ടാണ്. അപ്പം നമ്മൾ നല്ലൊരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കാനുണ്ട്. എല്ലാവരും ഒന്നും വിശ്വസിക്കരുത്. പിന്നെ ഒരു ഗുഡ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ട്രസ്റ്റ് വർത്തി പേഴ്സൺ ആയിരിക്കണം. നമുക്ക് എന്തും വിശ്വസിച്ച് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരാൾ, അത്രമേൽ ധൈര്യത്തോടെ നമുക്ക് എന്തും പറയാം എന്നുള്ളൊരാളാണെങ്കിൽ അതിനെ ഗുഡ് ഫ്രണ്ട് എന്ന് തന്നെ നമുക്ക് വിളിക്കാം. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ വിജയങ്ങളിൽ സന്തോഷിക്കണം. ഓക്കെ, നമ്മുടെ വിജയങ്ങളിൽ സന്തോഷിക്കുന്ന ഒരാളാണെങ്കിൽ അവരെ നമുക്ക് ഗുഡ് ഫ്രണ്ട് എന്ന് പറയാം. നമുക്ക് അങ്ങനെയുള്ളവരൊക്കെ നല്ല പോലെ ചേർത്ത് പിടിക്കണം. ഓക്കെ, പിന്നെ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. പിന്നെ പറയുകയാണെങ്കിൽ ഹോണസ്റ്റ് ആയിരിക്കണം, റെസ്പെക്റ്റ്ഫുൾ ആയിരിക്കണം. ഓക്കെ, നമ്മൾ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് അത് റെസ്പെക്റ്റോടെ നമുക്ക് വാല്യൂ തരുന്ന ഒരാളായിരിക്കണം. മേക്സ് യു ഫീൽ വാല്യൂഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വാല്യൂ തരുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഗുഡ് ഫ്രണ്ടാണ്. അപ്പം നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ അത് നല്ല രീതിയിലെടുത്ത് അങ്ങനെയുള്ളവരെയാണ് ഗുഡ് ഫ്രണ്ട് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളൊരു കാര്യം പറഞ്ഞു അത് വേറെ രീതിയിൽ വേറെ സ്ഥലത്ത് പോയി പറഞ്ഞു, അങ്ങനെയുള്ളവരെ നമുക്ക് ഗുഡ് ഫ്രണ്ടായിട്ടോ ജസ്റ്റ് ഫ്രണ്ടായിട്ടോ പോലും പറയാൻ പറ്റില്ല. ഓക്കെ, എന്നോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾക്ക് അങ്ങനെ നല്ല ഗുഡ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ അതിവിടെ കമൻറ്റ് ചെയ്യാം. കാരണം ഗുഡ് ഫ്രണ്ടിനെ കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഹാർഡ് ടാസ്ക്. അതൊരു ഈസി ടാസ്ക് അല്ല, അത് ഇറ്റ്സ് റിയലി ഹാർഡ്. അങ്ങനെ എല്ലാവർക്കും കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഗുഡ് ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. യു ആർ എ ലക്കി പേഴ്സൺ എനിവേ. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഗുഡ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചതിന് ശേഷമേ നമ്മൾ ആ ഒരു ഫ്രണ്ടിനെ നമ്മുടെ ഒരു ഗുഡ് ഫ്രണ്ട് എന്നുള്ള കാറ്റഗറിയിലേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ട്രസ്റ്റ് വർത്തി പേഴ്സൺ, ഹോണസ്റ്റ് ആയിരിക്കണം. പിന്നെന്താ, നമ്മുടെ സക്സസ്സിൽ അവർ സന്തോഷിക്കണം. ഓക്കെ, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാവണം. പിന്നെ നമുക്ക് വാല്യൂ തരുന്ന ഒരാളായിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവരെ നിങ്ങൾ ഗുഡ് ഫ്രണ്ടായിട്ട് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ആരെയും ടീച്ച് ചെയ്യാനും അല്ല ഇത്. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യണം, നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യണം എന്നെനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തതാണ്. എന്നെക്കാളും കൂടുതൽ ഐഡിയാസും കാര്യങ്ങളുള്ള ആൾക്കാരുണ്ട്, ഇത് കേൾക്കുന്നുണ്ടാകും. അപ്പോൾ നിങ്ങളുടേതായ അഭിപ്രായങ്ങളും അതുപോലെ നിങ്ങളുടെ ഗുഡ് ഫ്രണ്ടിൻ്റെ നെയിമും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ, സീ യു.